യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വളരെ ജനകീയമായൊരു സുവിശേഷമാണ്. ധാരാളം ആളുകൾ വായിക്കുകയും ധാരാളം സംഭവങ്ങളും കഥകളും ഓർത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് വിശുദ്ധ മറിയവും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച. യേശുവിൻ്റെ അമ്മയാകുവാൻ വേണ്ടി ഒരുക്കപ്പെടുകയും ദേവദൂത ദർശനം അനുഭവിച്ച് താൻ ഗർഭവതിയാകാൻ പോകുന്നുവെന്നും അത് പരിശുദ്ധാത്മാവിനാലാണ് എന്നും തിരിച്ചറിഞ്ഞ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ തന്നെ താൻ സമർപ്പിച്ച് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പഴിയേൽക്കാനും ഒരു മരണം വരെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ നിയോഗം ലോകത്തിൻ്റെ രക്ഷകനെ പേറുവാൻ വേണ്ടി കന്യകയായ മറിയം ഏറ്റെടുത്ത് നിറവേറ്റുന്നതിന് മുൻപായി ഈ നാളുകളിൽ തൻ്റെ ചാർച്ചയിൽപ്പെട്ട എലിസബത്ത് എന്ന് പറയുന്ന ഒരമ്മച്ചി, ഒരു വൈദികൻ്റെ ഭാര്യ, അഹരോൻ്റെ പുത്രി, അഹരോന്യ കുടുംബത്തിൽ മഹാപുരോഹിത കുടുംബത്തിൽ പിറന്ന ആ സ്ത്രീയും 6 മാസം ഗർഭിണിയാണ് എന്നറിഞ്ഞ് ആ വീട്ടിലേക്ക് യാത്രയാകുന്ന, വളരെ ബന്ധപ്പെട്ട് യാത്രയാകുന്ന മറിയത്തെ പറ്റിയുള്ള വിവരണം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള ഭാഗത്ത് മറിയ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മുതൽ ആരംഭിക്കുന്ന സംഭാഷണമാണ് അവിടെ വ്യക്തമായി വിവരിച്ചിരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രായവ്യത്യാസം വളരെ പ്രധാനമാണ്. എലിസബത്ത് എന്ന് പറയുന്നത് ഒരു പഴയ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മറിയേക്കാൾ ഒരു 2 തലമുറ അപ്പുറത്തേക്കായിരിക്കാം. എന്നാൽ വിശുദ്ധ മറിയമാകട്ടെ ഒരു ചെറുപ്പക്കാരിയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിൽ അവളുടെ കുടുംബത്തിലുള്ള ഒരു വൈദിക കുടുംബത്തിലേക്ക് അവൾ ചെല്ലുകയാണ്. ഉള്ളിൽ ഉത്കണ്ഠയായിരിക്കാം, നിറയെ ഭാരമായിരിക്കാം, ആകുലതയായിരിക്കാം, പിന്നെ എന്തൊക്കെയായിരിക്കും ഒരു പെൺകുട്ടിക്ക് ഈ സമയത്ത് ഉള്ളിലുണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവൾ ഒരഭയമായി, ആശ്രയമായി അവൾ ചെന്നെത്തുന്നത് അവൾ ഈ എലിസബത്ത് എന്ന് പറയുന്ന ഈ വല്യമ്മച്ചിയുടെ അടുക്കലേക്കാണ്. എലിസബത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി കയറി വരികയാണ്. ആ വരവാണ് എങ്ങനെയാണൊരു ഈ വീട് തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെ നോക്കി എല്ലാവർക്കും ചിരിക്കാൻ സാധിക്കും, വളരെ കുറച്ചും പേർക്ക് മാത്രമേ നമ്മുടെ മുന്നിലിരുന്ന് കരയുവാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ എന്ന്. നമുക്ക് കരയുവാൻ പറ്റിയ ഇടം എവിടെയാണ്? അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എൻ്റെ മുന്നിൽ കരയുവാൻ സ്വാതന്ത്ര്യമുള്ള എത്ര വ്യക്തികളാണ് എൻ്റെ കുടുംബത്തുള്ളത്? എൻ്റെ മുന്നിൽ വന്നിരുന്ന് അവരുടെ വീഴ്ചകളും പരാജയങ്ങളും പറയുവാൻ സ്വാതന്ത്ര്യമെടുക്കുന്ന എത്ര ചാർച്ചക്കാരാണ് എൻ്റെ കുടുംബത്തുള്ളത്? എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ മക്കൾക്ക് അവർ പ്രവർത്തിക്കുന്ന വ്യവഹാര മേഖലകളിൽ വന്ന വീഴ്ചകൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ മുന്നിലുണ്ടോ എന്നാണ്. ഞാനിവിടെ ഒരു പ്രധാന കഥാപാത്രമായി എടുക്കുന്നത് മറിയത്തെയല്ല, എലിസബത്തിനെയാണ്. എൻ്റെ വീഴ്ചകൾ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു ഇടമാണോ എൻ്റെ അപ്പൻ്റെ സാന്നിധ്യം? എൻ്റെ പരാജയങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു ഇടമാണോ എൻ്റെ വീട്? അല്ലെങ്കിൽ എൻ്റെ വല്യമ്മച്ചിയുടെ അടുത്തു പോയാൽ എനിക്ക് എൻ്റെ വീഴ്ചകൾ പറയുവാൻ സാധിക്കുമോ? നമ്മളുടെ വീടുകളെ പറ്റിയുള്ള ഒരു ധ്യാനത്തിന് പറ്റിയൊരു വിഷയമാണിത്. എൻ്റെ വീട്ടിലേക്ക് എത്ര പേരാണ് ഒന്ന് കരയാൻ വേണ്ടി കയറി വരുന്നത്? ഹൃദയം തകർന്നു പോയിട്ട് ഒരു താങ്ങിനായി, ഒരു തണലിനായി ആരാണ് എൻ്റെ വീട്ടിൽ കയറി വരിക? അങ്ങനെ ഒരാൾക്ക് കയറി വരാൻ പറ്റുന്നൊരു പശ്ചാത്തലം എൻ്റെ വീട്ടിൽ ഞാൻ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എലിസബത്തിന്റെ വീട് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുകയും ആ ഒരു ദിവസം മറിയയ്ക്ക് കയറി വരാൻ വേണ്ടി ഒരു നടത്തിപ്പുണ്ടാവുകയും ചെയ്തതുപോലെയല്ല. ഒരു കാറ്റടിച്ച് മറിയയെ വീട്ടിൽ കൊണ്ടിടുകയല്ല. തൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു കാര്യം ഉണ്ടായപ്പോൾ ഉത്കണ്ഠകൾ കൊണ്ടും ആകുലത കൊണ്ടും നിറഞ്ഞ് വരുമ്പഴായികളെ പറ്റി യാതൊരു വ്യക്തതയും ഇല്ലാതെ ഇരിക്കുന്ന ഈ പെൺകുട്ടി ഉള്ളിൽ ചിന്തിക്കുകയാണ്, ഞാൻ എവിടെയാണൊന്ന് കയറിപ്പോയി എൻ്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുക, എൻ്റെ ഈ വിഷയം ആരോടാണ് സംസാരിക്കുക, എൻ്റെ ഈ വിഷയം ആരോടാണ് സംസാരിച്ചാൽ അവർ മനസ്സിലാക്കുക, എൻ്റെ വേദന ഗ്രഹിക്കാൻ പറ്റിയ ഒരു വ്യക്തി എവിടെയാണുള്ളത്,
എന്നുള്ള ചിന്തയുടെ പരിസമാപ്തിയാണ് ഈ വല്യമ്മയുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന യുവതി. ഒരു പുരോഹിത കുടുംബത്തിലെ ഒരു കുമ്പസാരക്കൂട് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. വന്ന് എല്ലാം തുറന്നു പറയാൻ പറ്റിയ ഒരിടം. പ്രിയപ്പെട്ട മാതാപിതാക്കള് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ മക്കളുടെ കുമ്പസാരക്കൂട് ഇവിടെ എവിടെയാണ്? എൻ്റെ മക്കൾക്ക് അവരുടെ വീഴ്ചകൾ തുറന്നു പറയുവാൻ സാധിക്കുന്നുണ്ടോ? എല്ലാത്തിനും A+ കിട്ടിയെന്ന് പറയുവാൻ അത്ര വലിയ അടുപ്പമൊന്നും വേണ്ട. നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാത്തിനും വിജയിച്ചു എന്ന് പറയുവാൻ അത്ര വലിയ അടുപ്പമൊന്നും വേണ്ട. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് പറയുന്നതിന് മുൻപേ 100 പേരോട് അത് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ പരാജയങ്ങൾ വിളിച്ചു പറയുവാൻ സാധിക്കുന്ന ഒരിടമാണോ അപ്പൻ്റെയും അമ്മയുടെയും സാന്നിധ്യം? പരാജയങ്ങളും വീഴ്ചകളും തുറന്നു പറയുവാൻ സാധിക്കുന്ന കുമ്പസാരക്കൂടാണോ നമ്മളുടെ കുടുംബങ്ങൾ, നമ്മളുടെ ഭവനങ്ങൾ? നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മളുടെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ധ്യാനം ഇതാണ്. നമ്മളുടെ ഓരോ കുടുംബങ്ങളും മറ്റുള്ളവർക്ക് കയറി വന്ന് അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് കരയുവാനും അവരുടെ ജീവിതത്തിൽ ഉള്ള പരാജയങ്ങളും വീഴ്ചകളും ഉത്കണ്ഠകളും പങ്കുവയ്ക്കുവാനും സാധിക്കുന്ന കുമ്പസാരക്കൂടുകളായിരിക്കണം നമ്മളുടെ കുടുംബങ്ങൾ. അത് നമ്മളുടെ ആദ്യം നമ്മളുടെ മക്കൾക്ക്, നമ്മളുടെ ഭാര്യയ്ക്ക്, നമ്മളുടെ ഭർത്താവിന് ഒക്കെ. നമ്മളുടെ ഇവിടെയുള്ള അമ്മായിയമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എൻ്റെ മകൾക്കൊരു വീഴ്ച പറ്റിയാൽ അവൾക്ക് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നത്. സത്യം പറയുവാൻ, യാഥാർത്ഥ്യം പറയുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ കള്ളം പറയുന്നത്. കുട്ടികൾ വീട്ടിൽ വന്ന് കള്ളം പറയുന്നുവെങ്കിൽ ഒന്നുറപ്പാക്കിക്കൊള്ളണം, സത്യസന്ധമായ ഒന്നും സംസാരിക്കാൻ പറ്റുന്ന ഇടമല്ല ഇത് എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. എൻ്റെ അപ്പനും അമ്മയും സത്യം കേൾക്കുവാൻ തയ്യാറല്ല എന്നതാണ്. സത്യം പറയാൻ പറ്റുന്ന ഇടങ്ങളാണ് എൻ്റെ വീടെന്ന് എൻ്റെ കുട്ടികൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ഈ എലിസബത്ത് എനിക്ക് തോന്നുന്നൊരു വിശുദ്ധയായിരിക്കണമെന്നാണ്. ഈ അമ്മച്ചിയുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഈ പെൺകുട്ടിയുടെ ഉള്ളിലൊരു വിശ്വാസമാണ്. ഈ സ്ത്രീക്ക് ഞാൻ പറയുന്നത് ഗ്രഹിക്കാനാകുമെന്നതാണ്. എനിക്കൊരു ദൈവദർശനം ഉണ്ടായി എന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ വൈദിക കുടുംബത്തിന് ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് ഈ പെൺകുട്ടി തിരിച്ചറിയുകയാണ്. പ്രിയരെ, നമ്മുടെ നാട്ടുകാർക്ക് നമ്മളുടെ വീടിനെ പറ്റിയുള്ള ഒരഭിപ്രായം എന്താണ്? നമ്മുടെ ചുറ്റുപാടിലുള്ളവർ ആരാണ്? അവരുടെ ഹൃദയം നമ്മുടെ മുന്നിൽ തുറക്കുക. അങ്ങനെ തുറന്നാൽ നമ്മുടെ പ്രതികരണം എന്താണ്? വിമർശനമായി, കുറ്റം പറച്ചിലായി, പരദൂഷണം പറച്ചിലായി, നാട് മൊത്തവും ഈ പറഞ്ഞ രഹസ്യം പറഞ്ഞ് നാറ്റിക്കലാവുകയാണ്. പിന്നെ തല ഉയർത്തി നടക്കുവാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ മറിയം തിരികെ പോകേണ്ടി വരിക. പക്ഷേ എലിസബത്തിന്റെ വീട്ടിലേക്ക് വരുന്ന മറിയം എല്ലാം തുറന്നു പറഞ്ഞ് അവളെയെല്ലാം മനസ്സിലാക്കി അനുഗ്രഹിക്കുന്ന ഒരമ്മച്ചിയുടെ അടുക്കിലേക്കാണ് വന്നത്. ഈ അമ്മയുടെ ഭാവം, ഈ വൈദിക കുടുംബത്തിന്റെ ഭാവം നമ്മുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്, ഈ വീട്ടിലേക്ക് ഈ ഒരു അതിഥിയെ പോലെ ഈ ഒരു ചെറുപ്പക്കാരി കയറി വരുമ്പോൾ ഈ എലിസബത്തിനെ പറ്റി എഴുത്തുകാരൻ പറയാണ്, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്നത്. ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി കുറെ ഭാരങ്ങളും ആകുലതകളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ വീട്ടിലുള്ള ആതിഥേയായ സ്ത്രീ, അതും വളരെയധികം പ്രായം ചെന്ന ഒരു സ്ത്രീ, വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ, എഴുന്നേറ്റ് സൽക്കരിക്കാനൊന്നും വലിയ പ്രാപ്തിയില്ലാത്ത ഒരു സ്ത്രീ, ഈ സ്ത്രീക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുകയാണ്. അതിഥികളെ കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിറയുന്ന ആത്മാവ് എന്താണ്? അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷവും ഉല്ലാസവുമാണോ ഉണ്ടാകുന്നത്? ചിലരെ സംബന്ധിച്ച് വീട്ടിൽ 4 ദിവസം ആരെങ്കിലും പാർക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് അശുദ്ധാത്മാവാണ് കയറുന്നത്. ചില സ്ത്രീകൾക്ക് വളരെയധികം മുഷിവാണ്. അവരെ വേണ്ട വിധത്തിലൊന്നും സൽക്കരിക്കത്തില്ല. ഈ സൽക്കാരം കാണുമ്പോഴേ ഈ വന്നവരൊക്കെ പെട്ടെന്ന് പോകാനുള്ളൊരു താല്പര്യമാണ്, അല്ലെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇവിടെ ഈ എലിസബത്തിന് സംഭവിക്കുന്നത് ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന ഒരമ്മ. ചെറുപ്പക്കാരായ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഈ അമ്മമാർക്കും പപ്പമാർക്കും ഒക്കെ ഈ അങ്കിളുമാർക്കും ആൻറ്റിമാർക്കും ഒക്കെ ആത്മാവ് കൊണ്ട് നിറയാത്തത്? ആത്മാവ് നിറയുന്നുണ്ട്, പക്ഷേ അത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ എന്നൊരു സംശയമാണ് നമുക്കുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവധിക്കൊക്കെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരികയാണ്. ഈ കുട്ടികളെയും മരുമക്കളെയൊക്കെ അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ ചില അമ്മച്ചിമാർക്ക് എന്തോ ഉത്സാഹമാണ്, പരിശുദ്ധാത്മാവ് കൊണ്ട് അങ്ങോട്ട് നിറയുകയാണ്. ചില അമ്മച്ചിമാര് ദുരാത്മാവ് കൊണ്ട് നിറഞ്ഞ്
ബാധ ഇളകിയതുപോലാണ്. കുട്ടികളുടെ മേൽ കയറുകയാണ്. പിള്ളേരെല്ലാം വീട്ടിൽ വന്നു, ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു. പ്രിയരെ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് നിറവാണോ? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ ഉണ്ടാകുന്ന ഊഷ്മളമായ അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉച്ചതൊട്ട് ഉള്ളങ്കാല് വരെ പെരുക്കുന്നതല്ല, നമ്മളൊരു ചിന്തയാണ്. നമുക്കിങ്ങനെ ഭയങ്കര പാട്ടും കേൾക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഒരു തരിപ്പാണ് ആത്മാവെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ ബോധം മറഞ്ഞു കിടന്ന് എന്തോ തുള്ളുന്നതാണ് പരിശുദ്ധാത്മാവെന്ന് ചിന്തിക്കും. എന്നാൽ ഇവിടെ വ്യക്തമായി ഒരു അതിഥി കടന്നു വരുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നത്? എന്താണ് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഫലമാണ് ഉണ്ടാവുക? പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഫലം, അതിനെ 9 ഫലമായി തിരിച്ച് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ആത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക? ആത്മാവിന്റെ ഫലമായി പറയുന്നത് എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത. ഈ പരിശുദ്ധാത്മ ഫലം നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ്? എന്തിൻ്റെ നിറവാണ് അവിടെ സംഭവിച്ചത്? സ്നേഹത്തിൻ്റെ നിറവാണ്, സന്തോഷത്തിൻ്റെ നിറവാണ്, ആനന്ദത്തിൻ്റെ നിറവാണ്, ഇന്ദ്രിയജയങ്ങളുടെ നിറവാണ്, ദീർഘക്ഷമയുടെ നിറവാണ്. എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നവർ അനുഭവിക്കുകയാണ്. ഒരു അതിഥി കടന്നു വരുമ്പോൾ ആ അതിഥി അനുഭവിക്കുന്നത് വീട്ടിലെ ഗൃഹനായകന്റെ സന്തോഷവും സ്നേഹവും ഇങ്ങനെ ഒഴുകുന്നതാണ്. ഇതാണ് മറിയ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു തരിപ്പോ കോരിത്തരിപ്പോ അല്ല. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നിറവാണ്. പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ക്ഷമയുടെ നിറവാണ്. പരിശുദ്ധാത്മാവ് നിറവെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ നിറവാണ്. ഒരു അതിഥി വരുമ്പോൾ സന്തോഷം പൊങ്ങി വരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ഒരു അതിഥി വരുമ്പോൾ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അതിഥി വരുമ്പോൾ അവൾ പണ്ട് ചെയ്തതും പണ്ട് പറഞ്ഞതുമെല്ലാം ദീർഘമായി ക്ഷമിച്ച് അവളെ വീണ്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. എൻ്റെ ശരീരാത്മദേഹികളുടെ എല്ലാ ക്ഷീണങ്ങളെയും അതിജീവിപ്പാൻ സാധിക്കുന്ന, എൻ്റെ സുഖങ്ങളെയൊക്കെ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്ന ഒരു ഇന്ദ്രിയ ജയം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്, സൗമ്യത ഉണ്ടാകുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് പറയുമ്പോൾ അവൾ സ്നേഹം കൊണ്ട് നിറഞ്ഞവളായി, അവൾ ക്ഷമ കൊണ്ട് നിറഞ്ഞവളായി, അവൾ സഹനം കൊണ്ട് നിറഞ്ഞവളായി, സൗമ്യത കൊണ്ട് നിറഞ്ഞവളായി. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവത്തിലേക്ക് അവൾ വളർന്നു എന്നതാണ്. അതിഥികൾ വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിൽ നിറയണം എന്നതാണ്. ഇങ്ങനെ പറയാറുണ്ട്, അതിഥി ദേവോ ഭവ. ഇതാണ് നമ്മുടെ പാരമ്പര്യം. വേദപുസ്തകത്തിൽ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദേവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. മമ്മരുടെ തോപ്പിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാം കടന്നു വന്ന 3 പേരെ അറിയാതെ സൽക്കരിക്കുകയാണ്. അതിഥികളെ കണ്ടപ്പോൾ സൽക്കരിക്കുന്ന ഒരു പ്രത്യേക ശീലം കൊണ്ടങ്ങ് സൽക്കരിക്കുകയാണ്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ അതിഥികളെ സ്വീകരിക്കുന്ന ഒരു തങ്ങളുടെ ഒരു ശീലമായതുകൊണ്ട് ഈ 3 പേരെയും സൽക്കരിച്ച് കഴിയുമ്പോൾ അറിയുകയാണ് ഇവർ ആരായിരുന്നു? ദേവദൂതന്മാരായിരുന്നു. എമ്മൗസ് വഴി യാത്രയിൽ കൂടെ വന്ന മനുഷ്യൻ ആരാണെന്നറിയാതെ വിളിച്ചു വീട്ടിൽ കയറ്റി അപ്പം വിളമ്പുവാൻ പോലും അവസരം നൽകി സ്വീകരിച്ച് ഇരുത്തി അപ്പം നുറുക്കി കഴിയുമ്പോൾ അവർ തിരിച്ചറിയുകയാണ് ഞങ്ങൾ സൽക്കരിച്ചത് ദൈവത്തെ തന്നെയാണ്. പ്രിയരെ, അതിഥി സൽക്കാരം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരിക്കണം അതിഥികളെ സൽക്കരിക്കുവാനുള്ള താല്പര്യം. വീട്ടിലേക്ക് മറിയത്തെ പോലെ ധാരാളം യുവതികളും യുവാക്കന്മാരും പുതിയ തലമുറയിലും പഴന്തലമുറയിലും പെട്ടവരെല്ലാം വരും. അവരെ സ്വീകരിക്കുന്നതിൽ സന്തോഷം, ആനന്ദം, സ്നേഹം, ദീർഘക്ഷമ ഇതെല്ലാം നമ്മൾ നിറഞ്ഞു പൊങ്ങി വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ അതിഥികളെ കാണുമ്പോൾ എലിസബത്തിനെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി.
മറിയയെ സ്വീകരിക്കാൻ എലിസബത്ത് തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഒരതിഥിയെ കാണുമ്പോൾ പരിശുദ്ധാത്മ നിറവുള്ളവരായിരിക്കുന്ന കുടുംബമാണ് ക്രൈസ്തവ കുടുംബം. ഈ കുടുംബത്തിന് ഒരു ഉത്തമമായ മാതൃകയാണ് എലിസബത്തിൻ്റെ കുടുംബം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ വീണ്ടും കാണുന്ന ഒരു കാര്യം, ഈ മറിയയെ കണ്ടതിന് ശേഷം പിള്ള ഗർഭത്തിൽ തുള്ളുന്നു. അങ്ങനെ പരിശുദ്ധാത്മ നിറവുള്ളവളായി. എന്നിട്ട് ഇവരെ പറ്റി ആശീർവദിച്ച് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. മറിയ എന്ന ചെറുപ്പക്കാരിയെ കണ്ടപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന ഈ വല്യമ്മച്ച് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. വാർദ്ധക്യവും നരമുള്ള കാലത്തോളം കാക്കുന്ന ദൈവം, ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് 90-100 വയസ്സായ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വാർദ്ധക്യവും നരമുള്ള കാലത്തോളം ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിലരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇങ്ങനെ വയസ്സാം കാലത്ത് എഴുന്നേൽക്കാനാവാതെയും സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാനാവാതെയും ഇരുന്നിട്ടും ഇങ്ങനെ ജീവൻ ദൈവം ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഇളം തലമുറയിൽപ്പെട്ട മക്കളെയും കൊച്ചുമക്കളെയും അയൽവക്കാരെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കാനായിട്ടാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാനും ആശീർവദിക്കുവാനും വേണ്ടിയിട്ടാണ് നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്നത്. എന്തിനാണ് വാർദ്ധക്യം ബാധിച്ചിട്ട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത്? അമ്മച്ചിമാരും അപ്പച്ചന്മാരും എന്തിനാണ് ഈ ലോകത്തിനെന്ന് ചോദിച്ചാൽ, പുതിയ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരുടെ വാ തുറന്നാൽ ശാപവാക്കുകളാണ്. പുതിയ തലമുറ ഒന്നിനും കൊള്ളില്ല, ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണ്. ഓരോ ദിവസവും ഇവരുടെ വായിൽ നിന്നുന്ന വാക്കുകൾ കേട്ടാൽ ഇവരെ ശുശ്രൂഷിക്കുവാൻ പോലും ആർക്കും തോന്നുന്നില്ല. നല്ല വാക്കുകളൊന്നും വായിൽ നിന്ന് വരുന്നില്ല. മക്കളെ പറ്റിയൊന്നും നല്ല അഭിപ്രായമില്ല, കൊച്ചുമക്കളെ പറ്റിയൊന്നും നല്ല അഭിപ്രായമില്ല. കൊച്ചുമക്കളൊന്നും ഗുണം പിടിക്കത്തില്ലെന്ന് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്നതിനനുസരിച്ച് ജനങ്ങൾക്കെല്ലാം, കുട്ടികൾക്കെല്ലാം വളരെയധികം ദേഷ്യം തോന്നുകയാണ്. എന്നാൽ ഈ എലിസബത്ത് എല്ലാ യാഥാർത്ഥ്യങ്ങളും ഗ്രഹിച്ചിട്ട്, മറിയയുടെ ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഗ്രഹിച്ചതിന് ശേഷം ഈ അമ്മയോട് പറയുകയാണ്, മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് നോക്കിക്കേ, നമ്മളുടെയൊക്കെ വീട്ടിൽ മകൻ വിവാഹം കഴിച്ചു, ഒരു മരുമകൾ വരുന്നു. ഇതിനുശേഷം ഈ മരുമകളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് മകളെ എന്ന് പറയുന്ന ഒരമ്മായിയമ്മ, അല്ലെങ്കിൽ മകൾക്ക് ഒരു വിശേഷമുണ്ട് എന്ന് കേട്ട് കഴിയുമ്പോൾ, മരുമകൾക്കൊരു വിശേഷമുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ വയറ്റിലുണ്ടാകുന്ന ഈ കുഞ്ഞും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറയുവാൻ സാധിക്കുന്നത്. സ്വന്തം മക്കളെയൊക്കെ വിളിച്ച് അമ്മച്ചിമാര് മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് കേൾക്കാൻ എന്ത് രസമാണ്. നമ്മൾ പള്ളികളിൽ പോയി ഇരിക്കുമ്പോൾ, നേരത്തെ പോയി ഇരുന്ന് സീറ്റിലിരിക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അവരുടെ തലയിലൊക്കെ ഒന്ന് തടവണം. അവരുടെ തലയിലൊക്കെ ഒന്ന് തടവിയിട്ട് നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് മകനെ എന്ന് പറയുവാനായിട്ട് സാധിക്കണം. ഈ ലോകത്തിലെ പുതിയ തലമുറകളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, പുതിയ തലമുറകളെ ആശീർവദിക്കാൻ വേണ്ടി ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. അനുഗ്രഹിക്കുക എന്നത് വലിയൊരു പദവിയാണ്. ഈ ഒരു പദവിയാണ് എലിസബത്ത് ഈ മകളെ വിളിച്ച് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. കുഞ്ഞുങ്ങളുടെ നീ മിടുക്കനായി വരും, നീ നന്നായി വരും, ഇങ്ങനെ പറയുവാൻ സാധിക്കുന്നത്. നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നന്മകൾ ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള വീടുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഈ വീട്ടിൽ വന്നു കയറിയ മകൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരുകയാണ്. മറിയയ്ക്ക് വലിയൊരു അനുഗ്രഹം എന്താണ്? അമ്മച്ചി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നതാണ്. ഞാനും എൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ഒരമ്മച്ചിയുടെ അടുക്കലേക്കല്ലാതെ എവിടേക്ക് ഞാൻ ഓടിപ്പോകും? ഈ അമ്മച്ചിയുടെ ഈ നല്ല സ്വഭാവത്തിൻ്റെ മുന്നിൽ ഞാൻ വേറെ ആരുടെ മുന്നിലാണ് ഹൃദയം തുറക്കുക? എനിക്ക് ഹൃദയം തുറക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഇടത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഉത്തമമായ ഇടം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ആ വിശാലമായ മനസ്സാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന മനസ്സാണ്. ഇന്ന് കുറ്റങ്ങളും കുറവുകളും കൊണ്ടുള്ള ജീവിതമാണ്. ആരും ആരെയും അനുഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്നത്. ആ ഭാഗത്ത് എടുത്തിരിക്കുന്ന 3 ഭാഗങ്ങൾ എലിസബത്തുമായുള്ള ബന്ധത്തിലാണ്. എലിസബത്തുമായുള്ള ബന്ധത്തിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഒരു പെൺകുട്ടിക്ക് ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ സാധിക്കുന്ന ഒരിടത്തെ പറ്റിയാണ്. നമ്മളുടെ കുടുംബങ്ങൾ ഒരു കുമ്പസാരക്കൂടാകണം. ആരുടെ മുന്നിലൊക്കെയാണ്? ഏറ്റവും കുറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിലെങ്കിലും. കുഞ്ഞുങ്ങൾക്കൊക്കെ വന്ന് അവരുടെ പിഴവുകളും വീഴ്ചകളും പറയാൻ പറ്റുന്ന ഒരു അമ്മയായിരിക്കണം ഞാൻ. അവരുടെ പിഴവുകളും വീഴ്ചകളും പറയാൻ പറ്റിയ ഒരു അപ്പനായിരിക്കണം ഞാൻ. അപ്പ ഞാൻ പിഴച്ചുപോയി,
ഞാൻ വീണുപോയി, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, എനിക്കൊരു പരാജയം പറ്റി, ഇത് തുറന്നു പറയുവാൻ മടിക്കുന്ന ഒരിടമാണെങ്കിൽ നമ്മളുടെ വീടുകളിലെ സ്വാതന്ത്ര്യം നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് ധ്യാനിച്ചതാണ്. രണ്ടാമത് നമ്മൾ ധ്യാനിച്ചത് നമ്മളുടെ ജീവിതത്തിൽ അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ്. ഒരതിഥിയെ കാണുമ്പോൾ, വീട്ടിലേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ഒരാൾ വരുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ നിറവാണ്? പരിശുദ്ധാത്മാ ഫലങ്ങളുടെ നിറവാണ്. സ്നേഹം, സന്തോഷം, പരോപകാരം, ഇന്ദ്രിയജയം ഇതെല്ലാം നിറഞ്ഞ് തുളുമ്പുന്നതിലൂടെ നമ്മളുടെ അതിഥികളെ നാം സ്വീകരിക്കുകയാണ്. ഈ അതിഥി ഒരു ദൈവമായി ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ദൈവത്തെ സ്വീകരിക്കുന്നത് പോലെ അതിഥികളെ സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും സാധിക്കുന്ന ഒരു മനസ്സ് നമ്മളുടെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിഥികൾ വരുമ്പോൾ എല്ലാവരും ഇറങ്ങി വന്ന് അവരെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വീട്ടിൽ ചെന്നാൽ എല്ലാവരെയും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിഥികൾ വന്നാൽ ആരും അറ്റൻഡ് ചെയ്യുവാനില്ല, എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും അവരവരുടേതായ ലോകത്താണ്. പണ്ട് ഒരതിഥി വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടിലുള്ള എല്ലാവരും അവർ വട്ടം കൂടുകയാണ്, വിശേഷങ്ങൾ ചോദിക്കുകയാണ്, സംസാരിക്കുകയാണ്, ഓരോ വീടുകളിൽ നാം പോയി താമസിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരു വീട്ടിൽ പോയി താമസിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വന്നാൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതും ഒരു ബുദ്ധിമുട്ടാണ്. ആരും ഇന്ന് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതിഥികളെ ദൈവത്തെ പോലെ സൽക്കരിക്കാനും സ്വീകരിക്കുവാനും സാധിക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ക്രൈസ്തവമായൊരു മാതൃക നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിഥികളെന്ന് പറയുമ്പോൾ നമ്മളുടെ വീട്ടിൽ വന്നു കയറുന്ന മരുമക്കൾ ഒക്കെ അവരൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെയാണ്. ദൈവാത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. അതുപോലെ പറഞ്ഞത്, നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ ആശീർവദിക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ തലമുറകളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും വേണ്ടിയിട്ടാണ്. ഈ വയലിൽ കിടന്ന കുഞ്ഞ് എന്താകുമെന്ന് അറിഞ്ഞിട്ടല്ല, ഈ വന്നിരിക്കുന്ന സ്ത്രീ ഗതി എന്താകുമെന്ന് അറിഞ്ഞിട്ടല്ല. എന്നാൽ എൻ്റെ വാക്കുകൾ നല്ലതായിരിക്കണം, എൻ്റെ വാക്കുകൾ അവൾക്കൊരു അനുഗ്രഹമായിരിക്കണം എന്നൊരു ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. എലിസബത്തിനെ പോലെ ഏവർക്കും കയറി വന്ന് ഒന്ന് കരയുവാനും ഉള്ളം തുറക്കുവാനും സാധിക്കുന്ന ഒരു കുമ്പസാരക്കൂടാക്കി എൻ്റെ കുടുംബത്തെ തീർക്കണമേ. എൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലം, സ്നേഹം, സന്തോഷം തുടങ്ങി എല്ലാം അളവുകളില്ലാതെ അനുഭവിക്കത്തക്കവണ്ണം എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ജീവജല നദികൾ ഒഴുകണമേ എന്ന്. അതുപോലെ എൻ്റെ ചുറ്റുപാടുകളിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ സാധിക്കുന്ന നല്ല അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ എന്നിൽ നിന്നും പുറപ്പെടണമേ എന്ന്. അങ്ങനെ സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ഒരു വൈദിക കുടുംബം ഒരു ദേശത്ത് ഒരു കുടുംബത്തെ നിറവേറ്റുന്ന ആ ശുശ്രൂഷ നമുക്കും നിറവേറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ നമ്മളുടെ ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സും കുമ്പസാരത്തിൻ്റെ ഇടവും ആയിത്തീരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പാടിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം, ഞാൻ പാടിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. ഞാൻ പാടിടും എന്നേശുവേ എൻ ജീവകാലമെല്ലാം. പ്രയാണത്തിൽ എന്നെ തെല്ലും മനമിളകാതെ നയിപ്പാൻ, മരുഭൂപ്രയാണത്തിൽ എന്നെ തെല്ലും മനമിളകാതെ നയിപ്പാൻ,
ഇരുളിൻ മറകൾ തകർക്കാൻ തെല്ലും ഇടറിടാതെന്നും ഗമിപ്പാൻ. ഇരുളിൻ മറകൾ തകർക്കാൻ തെല്ലും ഇടറിടാതെന്നും ഗമിപ്പാൻ. മാറാത്തവൻ സാമീപ്യത്താൽ എന്നെ കരുതിയിടുന്നു. മാറാത്തവൻ സാമീപ്യത്താൽ എന്നെ കരുതിയിടുന്നു. ഞാൻ പാടിയിടും എൻ യേശുവേ എൻ ജീവകാലമെല്ലാം. കലുഷിതമായൊരി ഭൂവിൽ തെല്ലും കലങ്ങിടാതെന്നും വസിപ്പാൻ. കലുഷിതമായൊരി ഭൂവിൽ തെല്ലും കലങ്ങിടാതെന്നും വസിപ്പാൻ. പ്രാണപ്രിയൻ കൂടെയെന്നും എന്നെ കരുതിയിടുമേ. പ്രാണപ്രിയൻ കൂടെയെന്നും എന്നെ കരുതിയിടുമേ. ഞാൻ പാടിയിടും എൻ യേശുവേ എൻ ജീവകാലമെല്ലാം. ഞാൻ പാടിയിടും എൻ യേശുവേ എൻ ജീവകാലമെല്ലാം. എന്നാത്മാവും എൻ ദേഹിയും നിത്യകാലം വാഴ്ത്തിയിടുമേ. എന്നാത്മാവും